ശില്പ ശില്പയുടെ അഡ്മിഷൻ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഉക്രൈനിലായിരുന്നു. അവിടെ നിന്ന് വാറ് കാരണം പിന്നെ എന്ത് ചെയ്തു, തിരിച്ചു വീണ്ടും ജോർജിയയിലോട്ട് അക്കാക്കിയിലോട്ട് വന്നു അല്ലേ. ഇപ്പം 6ാമത്തെ വർഷം കഴിയാൻ പോവാണ്, ഗ്രാജുവേറ്റ് ആവാൻ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 6 വർഷം? കഴിഞ്ഞ 6 വർഷം കുറച്ച് ഡൗട്ട്ഫുൾ പീരീഡ് ആയിരുന്നു. കാരണം ഞങ്ങള് ഫസ്റ്റ് ചെന്നപ്പോഴത്തേനും അവിടെ യുക്രൈനിലായിരുന്നു, ടെർണോപ്പിൾ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പൊ അവിടെ ഏകദേശം ഒരു 3 വർഷം വരെ ഞങ്ങള് ക്ലാസ് ഓൺലൈൻ ഒക്കെ ആയിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പോൾ സഡൻലി ഒരു വാറ് വന്ന കാരണം ഞങ്ങൾ 4th ഇയർ തൊട്ട് ഇവിടെ അക്കാക്കിയിലാണ് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഒരു ഗുഡ് പീരീഡ് ആയിരുന്നു. ആഫ്റ്റർ ആൻഡ് ബിഫോർ നല്ലതായിരുന്നു. എങ്ങനെയുണ്ട് അക്കാക്കി? അക്കാക്കി ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണെന്ന് പറയാം. ഞങ്ങളുടെ ക്ലിനിക്കൽ സർവീസ് തുടങ്ങിയ സമയം തൊട്ടാണ് ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു എക്സ്പോഷറും എല്ലാം നല്ലതായിട്ട് കിട്ടി പോകുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് വേണ്ടിയ സമയം കണ്ടെത്തി അവർ പഠിപ്പിക്കുന്നുണ്ട്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഞങ്ങൾക്ക് മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം ഒത്തിരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭയങ്കര സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്? ബസ്സാണോ ക്യാബാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഞങ്ങള് ഒത്തിരി ഡിസ്റ്റൻസ് പിന്നെ ക്ലൈമറ്റും കൂടെ നോക്കിയിട്ട് ഞങ്ങൾ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ബില്ലൊക്കെ അടയ്ക്കാനായിട്ട്, യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കാനായിട്ട് എന്തെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി അടയ്ക്കാൻ എങ്ങനെയാണ്? ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന 2 ബാങ്ക് ഉണ്ട്. BOG എന്ന് പറഞ്ഞു TBC 2 ബാങ്ക് അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് TBC ബാങ്ക് ആണ്. ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഉണ്ട്. അപ്പൊ മൊബൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കൺസ്യൂമർ കെയർ നമ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് നമ്മൾ നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് അത് ത്രൂ അടയ്ക്കാൻ പറ്റും. പിന്നെ മന്ത്ലി നമ്മൾ എപ്പോഴാണോ അത് കൺസ്യൂമർ നമ്പർ ആഡ് ചെയ്യുന്നത്, അത് കറക്റ്റ് എല്ലാ മന്ത് നമുക്ക് അത് റിമൈൻഡർ വരും. നോർമലി നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ? ഡൽഹിയാണോ വരാറുള്ളത്? ഫസ്റ്റ് വട്ടം വന്നപ്പോൾ നമ്മൾ ട്രാൻസിറ്റ് വന്നത് ഷാർജ ആയിരുന്നു. പിന്നെ 2ാമത്തെ വട്ടം വന്നപ്പോൾ നമ്മൾ ഇൻഡിഗോ ചൂസ് ചെയ്ത്. അപ്പൊ ഇൻഡിഗോ ചൂസ് ചെയ്തപ്പോൾ നമ്മള് ഡൽഹി വന്നിരുന്നു. ഇൻഡിഗോ ഫെയർ കുറച്ച്. സോ ലാസ്റ്റ് ഒരു 6 ഇയേഴ്സില് ഗ്രാജുവേറ്റ് ആവാൻ പോവാണ്. കഴിഞ്ഞ ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ? ബിക്കോസ് കോവിഡ് പീരീഡിൽ അഡ്മിഷൻ എടുത്തു, ദെൻ വാർ ഫേസ് ചെയ്തു, അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, ട്രാൻസ്ഫർ എടുത്ത് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇപ്പൊ 3 വർഷം കംപ്ലീറ്റ് ആവാൻ പോകുന്നു. എങ്ങനെയുണ്ട് ലാസ്റ്റ് ഒരു 6 ഇയേഴ്സ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ ഒരു സ്റ്റേജ്. ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഭയങ്കര, കാരണം നമ്മള് ഒരു ഇനി ഒരു വാർ നമുക്ക് പറ്റത്തില്ല. അതൊക്കെ നമുക്ക് നോക്കണമായിരുന്നു. ഒരു പാൻഡമിക് വന്നതിന് എങ്ങനെ ഫേസ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഭയങ്കര കൺസേൺസ് ആയിരുന്നു ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു സമയത്ത്. അപ്പൊ ജോർജിയ ഭയങ്കര സേഫസ്റ്റ് സിറ്റിയാണ്, സേഫസ്റ്റ് കൺട്രിയാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നമ്മള് ജോർജിയ ചൂസ് ചെയ്തതാണ്. പക്ഷെ ആസ് ഓഫ് നൗ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഒരു മൊമെന്റ് പോലും റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ചാൻസ് വന്നിട്ടില്ല. സ്റ്റഡീസിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ ഒരു സിറ്റി എങ്ങനെയാണ്, പിന്നെ അവിടുത്തെ പീപ്പിൾ എങ്ങനെയാണ്, അപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എന്തായാലും സെക്കൻഡ് ഹോം പോലെയാണ് ജോർജിയ എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് മിസ് ചെയ്യും ഇവിടുന്ന് പോകുമ്പോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കോളേജ് ആണെങ്കിലും എല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്.